ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, കെയർടേക്കർ, LD ക്ലർക്ക് എന്നീ എക്സാമിൻ്റെ 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് 3. വൈകുണ്ഠസ്വാമികളല്ല പ്രാചീന മലയാളം എഴുതിയിട്ടുള്ളത്, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അപ്പോൾ 1, 2, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂരിലത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ് കാൺപൂരിലത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ബീഹാറിൽ നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ് ബീഹാറിൽ നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഡൽഹിയിലത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾ നയിച്ചിരുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ നയിച്ചിരുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. ഝാൻസിയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അത് റാണി ലക്ഷ്മിബായ് ആണ്. സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളും അവിടുത്തെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും എല്ലാവരും നന്നായി നോക്കി വെച്ചോ. കാൺപൂർ നാനാ സാഹിബാണ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ, ഝാൻസി ലക്ഷ്മിബായ്. ഫൈസാബാദ് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷാ. ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. അതുപോലെ ബറേലിയിൽ നേതൃത്വം നൽകിയതാണ് ഖാൻ ബഹദൂർ ഖാൻ നേതൃത്വം നൽകിയത് ബറേലിയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്കാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ പ്രസ്താവന: ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതെല്ലാം നടന്നത് ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ചൈനയെ ആധുനീകരിക്കാൻ സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഒന്നാമത്തത്: മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഇത് 3 സൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776 ജൂലൈ 4. 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. പാരീസ് ഉടമ്പടി 1783. പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774 സെപ്റ്റംബർ 5. 1774 സെപ്റ്റംബർ 5 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. അപ്പോൾ ഫസ്റ്റ് നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. സെക്കൻഡ് നടന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774 സെപ്റ്റംബർ 5. തേർഡ് നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. ഫോർത്ത് നടന്നത് പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783.
ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ദേശീയ ജലപാത 3. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദികളിലൂടെയുള്ള പാതയാണ് നാഷണൽ വാട്ടർവേ 1. ഇത് യുപിയിലെ അലഹബാദിനെയും പശ്ചിമ ബംഗാളിലെ ഹാൽദിയയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിലാണ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സാദിയ, ആസാമിലെ സാദിയ, ധൂബ്രി എന്നീ സ്ഥലങ്ങളെയാണ് നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ നീളം 891 കിലോമീറ്ററാണ്. നാഷണൽ വാട്ടർവേ 1ൻ്റെ ദൂരം 1620 കിലോമീറ്ററാണ്. നാഷണൽ വാട്ടർവേ 3 കേരളത്തിലാണ്. അത് കൊല്ലം കോട്ടപ്പുറം പാതയും ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകളും അടങ്ങുന്ന 205 കിലോമീറ്റർ നീളമുള്ള ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 4 ഗോദാവരി കൃഷ്ണ നദിയിലാണ് നാഷണൽ വാട്ടർവേ 4 ഉള്ളത്. കാക്കിനഡ, പുതുച്ചേരി എന്നീ സ്ഥലങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ നീളം 1095 കിലോമീറ്റർ ആണ്. നാഷണൽ വാട്ടർവേ 5 ബ്രാഹ്മണി, മഹാനദി എന്നീ നദികളുടെ ഡെൽറ്റകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അതായത് താൽച്ചർ മുതൽ ദമ്ര വരെയാണ് നാഷണൽ വാട്ടർവേ 5. നാഷണൽ വാട്ടർവേ 6 ബാരക് നദിയിലാണ്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ലഖിപൂർ, ബങ്ക എന്നീ സ്ഥലങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ നീളം 121 കിലോമീറ്ററാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? പാലക്കാട്, ഇടുക്കി. പാലക്കാട്, ഇടുക്കി ജില്ലയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നില്ല. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഗോളവൽക്കരണം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? PC മഹലനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? PC മഹലനോബിസ്. 2011 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. 2013 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? പെട്രോളിയം. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? സെബി. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി. ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസം. ഇന്ത്യയിലെ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും
മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതി. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? അതിർത്തി നിർണയ കമ്മീഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണർ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണർ. ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? താഴെ തന്നിരിക്കുന്നവയിൽ മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. 6 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ദ്വിഭരണ നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒറീസ എന്നീ 6 സ്റ്റേറ്റുകളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുണ്ട്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായി വർദ്ധിപ്പിച്ചത്? 22 രൂപ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായി വർദ്ധിപ്പിച്ചത്? 22 രൂപ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ആരോഗ്യ കിരണം.
18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ട. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ട. പ്രോമിൻ്റെ പൂർണ്ണരൂപം: പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? 2008. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് 2008ലാണ്. താഴെ പറയുന്നതിൽ ഒപ്റ്റിക് ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ഒപ്റ്റിക് കേബിളിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധിക്കാനുള്ള അവകാശം. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധിക്കാനുള്ള അവകാശം 2005 വിവരാവകാശ നിയമപ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തതാണ്. പോക്സോ നിയമം 2013 എത്ര വകുപ്പുകളാണ് ഉള്ളത്? 46. പോക്സോ നിയമം 2013 വകുപ്പുകളുടെ എണ്ണം 46. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം 5 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്നു. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1989. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 1989. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജി. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ നന്നായി പഠിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.